ഞാൻ ഈ തള്ളലൊക്കെ നിർത്തിയതാ. പക്ഷെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് വീഡിയോയുടെ കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നപ്പം ചെറുതായിട്ട് ഒരു കാര്യം തള്ളണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ പ്ലേയേഴ്സിനിടയിലെ ആ ഒരു ബോണ്ട് കിടിലമായിട്ട് രൂപപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ക്വാമി പേപ്പറയും നമ്മുടെ നോവ സദൌദിയും ഒരുമിച്ചിരിക്കുന്ന പിക്ചറും അത്യാവശ്യം പോസിറ്റീവ് വൈബും കാര്യങ്ങളും തരുന്നുണ്ട്. ജോഷ സിറ്റിയുടെയും ട്രെയിനിങ്ങിനകത്ത് ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നോവ ലൂണ വരുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് ലൈനിന് വല്ലാത്തൊരു പവർ വരുന്നുണ്ട്. കാരണം ഇവരെ പോലെ രണ്ടാളെ പോലെയും പന്തുമായിട്ട് എതിരാളികളെ കബളിപ്പിച്ച് മുന്നിലോട്ട് കയറാൻ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അർദ്ധാവസരങ്ങൾ പോലും കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ഒരു സീറോ ഗോൾ പോസിബിലിറ്റിയിൽ നിന്നും വളരെ വലിയൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റും. അതിവർ ഇവരുടെ കരിയർ കൊണ്ട് ഓൾറെഡി ISL തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ദിമിയെ പോലെ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷെ അത്യാവശ്യം പന്ത് ക്യാരി ചെയ്തുകൊണ്ട് പോയി ഗോൾ അടിക്കുന്ന കാര്യത്തിൽ മിടുക്കനായിട്ടുള്ള ജോഷുവ സിറ്റീരിയോ അവിടെ ഉണ്ട്. പിന്നെ ക്വാമി പെപ്രയും കഴിഞ്ഞ സീസണിൽ സപ്പോർട്ടീവ് റോളാണ് ചെയ്തത്. ഈ സപ്പോർട്ടീവ് റോൾ ചെയ്യുന്ന മുന്നേറ്റ നിരക്കാർ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ ഒരു ക്ലിനിക്കൽ കില്ലിംഗ് സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടപ്പെടുത്തുന്ന വസ്തുതയാണ്. പക്ഷേ എനിക്ക് എവിടെയോ ഒരു ഇൻറ്റ്യൂഷൻ, ഈ രണ്ട് സിറ്റീരിയോ സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ മാത്രം എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. പിന്നെ പെപ്രെ ആൾ 22 വയസ്സേ ആവുന്നുള്ളൂ. പെപ്രെ ആളിൻ്റെ പ്രൈം ഏജിലേക്കാണ് കിടക്കുന്നത്. ഒരു താരത്തിന് അയാളുടെ കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ, കരിയർ ഏറ്റവും സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ, കരിയർ ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു ഏജിലാണ് നമ്മുടെ ക്വാമി പെപ്ര നിൽക്കുന്നത്. അപ്പം കഴിഞ്ഞ സീസണിൽ തന്നെ ആളുകൾ പുച്ഛിച്ച് പരിഹസിച്ച പെപ്ര സീസൺ മുന്നേറുമ്പം വളരെ മികച്ച ഒരു പ്രകടനത്തിൻ്റെ ലെവലിലേക്ക് വരുന്നത് കണ്ടു. ഇപ്പം പ്രീ സീസണിൽ പെപ്ര നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ടീമുമായിട്ട് നേരത്തെ സെറ്റായി ജെല്ലപ്പായി കഴിഞ്ഞാൽ, സപ്പോർട്ടീവ് റോളിൽ നിന്നും ഒരു ക്ലീൻ ഹിറ്റർ സ്ട്രൈക്കർ ലെവലിലേക്കൊക്കെ പെപ്രയ്ക്ക് വരാൻ സമയമുണ്ട്. 22 വയസ്സേ ആയിട്ടുള്ളൂ. ഇവിടെ വെച്ച് പെപ്ര കരിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ പ്രതീക്ഷിക്കാൻ ഒരുപാട് വകകളുണ്ട്. പിന്നെ മുന്നേറ്റ നിരയിലേക്ക് നമ്മൾ ഒരുപാട് താരങ്ങളെ വെച്ചിട്ടുണ്ട് എന്നത് ബ്ലാസ്റ്റേഴ്സിന് സന്തോഷം നൽകുന്ന ഘടകമാണ്. മൊത്തത്തിൽ ട്രെയിനിങ് വീഡിയോസ് ഒരു പോസിറ്റീവ് വൈബ് നൽകുന്നുണ്ട്. പിന്നെ KKRന്റെ ജേഴ്സി അനുസ്മരിപ്പിക്കുന്നതുകൊണ്ട് എവിടെ ഒരു പോസിറ്റീവ് വൈബ് അല്ലാതെയും വരുന്നതായിട്ട് ഫീൽ ആവുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ കണ്ടന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ സത്യസന്ധമായിട്ട്.